സ്കന്ദമഹാപുരാണം സംഭവ കാണ്ഡം. ഹിമവാന്റെ പുത്രിയായി ആ ജഗദംബിക പാർവതിയായി അവതരിച്ചു. ആ പാർവതീദേവിയുടെ ബാല്യകാലമെല്ലാം വർണ്ണിച്ചു. പിന്നീട് ശിവഭജനം ആരംഭിക്കുന്നു. അങ്ങനെയിരിക്കെ ദേവന്മാർ കാമദേവനെ നിയോഗിക്കുകയാണ്. ഭഗവാൻ പാർവതിയെ പരിണയിച്ചാൽ മാത്രമേ ശിവപുത്രൻ അവതരിക്കൂ, എങ്കിലേ താരകാദി അസുരന്മാരെ നിഗ്രഹിക്കാൻ കഴിയൂ. അതിനായിട്ടാണ് കാമദേവനെ നിയോഗിച്ചതും. ഇന്ദ്രാദികളുടെ ആ ഒരു പ്രാർത്ഥനയെ കേട്ട് കാമദേവൻ പുറപ്പെട്ടു. മഹാദേവൻ തപസ് ചെയ്യുന്നതായിട്ടുള്ള ഓഷധിപ്രസ്ഥത്തിൽ അവിടെ എത്തിച്ചേർന്നു. ആദ്യം തന്നെ അതിനുള്ള സന്നാഹങ്ങൾ, ഒരുക്കങ്ങളൊക്കെ ചെയ്തു. എങ്ങനെയാണ് ഈ ഭഗവാന്റെ ഉള്ളിൽ കാമത്തെ ജനിപ്പിക്കുക, അതിനു വേണ്ടതായ ആ സാമഗ്രികൾ. അവ ചുറ്റും മഞ്ഞുമൂടിയ ഇടമാണ് എങ്കിലും പെട്ടെന്ന് കാലാവസ്ഥയ്ക്ക് മാറ്റം വരുന്നതായ ഒരു രീതി. അപ്രതീക്ഷിതമായിട്ട് നമ്മൾ വേനൽക്കാലത്ത് വളരെ വേഗം ഒരു ദിവസം മഞ്ഞുമൂടിയതായ ഒരവസ്ഥ കാണുക, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കാർമേഘങ്ങൾ വന്ന് മൂടി മഴ പെയ്യുക എന്ന് പറയുന്നത് പോലെ കാലം തെറ്റിയിട്ട് ഋതുക്കൾ മാറി വരുന്നത് പോലെയുള്ള ഒരവസ്ഥയായി തീർന്നു. ഭഗവാൻ ഇരിക്കുന്ന ഇടത്തിന് ചുറ്റുമായിട്ട് ധാരാളം ചെടികളും അതിലൊക്കെ പൂക്കൾ, ആ പൂക്കളിലെ തേൻ കുടിക്കാൻ വേണ്ടി വരുന്ന വണ്ടുകൾ, നല്ല സുഗന്ധമുള്ള പൂക്കളുടെ സുഗന്ധം എല്ലായിടത്തും വ്യാപരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ എവിടെ നോക്കിയാലും ആ ഒരു പ്രകൃതിയുടെ തന്നെ ആ ഒരു മിഥുനീഭാവം എന്നാണ്. പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും സസ്യലതാദികളാണെങ്കിലും ഒക്കെ തന്നെ ആ മിഥുനീഭാവത്തോടുകൂടി കാണപ്പെടുകയും, പതിവ് പോലെ ശിവഭജനം ചെയ്യാൻ വേണ്ടി ഹിമവാന്റെ കൊട്ടാരത്തിൽ നിന്നും അവിടുത്തെ മുന്നിലെത്തി അവനിരിക്കുന്ന പാർവതിയെ കാണുന്ന മഹാദേവന്റെ ഉള്ളിൽ ആ പാർവതീദേവിയുടെ സൗന്ദര്യത്തെ താൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതായിട്ട് അനുഭവപ്പെടുകയാണ്. ഇതുവരെ തൻ്റെ ഉള്ളിൽ വരാതിരുന്ന, താൻ ചിന്തിക്കാതിരുന്ന ഒരു വിചാരം കടന്നു വരുന്നത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെ ചുറ്റും കണ്ണോടിക്കവെയാണ് തൻ്റെ നേരെ പുഷ്പബാണങ്ങളെ പ്രയോഗിക്കാൻ കാത്തു നിൽക്കുന്നതായ കാമനെ കാണുകയും പെട്ടെന്ന് തന്നെ ആ നെറ്റിത്തടത്തിൽ നിന്നും അഗ്നിനേത്രത്തിൽ നിന്നും അഗ്നി പുറപ്പെടുകയും അത് കാമനെ ഭസ്മമാക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് കാമപത്നിയായിട്ടുള്ള രതിയുടെ വിലാപം. ഹാ നാഥ ജീവ ഇസ്ത്യാശു ബ്രുവത്യോത്ഥിതായ തയാ കണശക്കണശോ ഭസ്മ സമാലോകീ നഭസ്ഥലേ തദസാ ബഹുശോകാർത്ത വിലുണ്ഠന്തീനരധരാധലേ വികീർണ മൂഢജാചാധ വിലലാപാകുലേന്ദ്രിയ. തന്റെ ഭർത്താവിന്റെ ശരീരം, കാമന്റെ ശരീരം അങ്ങനെ ഭസ്മമായിട്ട് വീഴുന്നത് കണ്ടിട്ടാണ് രതി സങ്കടം സഹിക്കാൻ വയ്യാതെ പലതും പറഞ്ഞുകൊണ്ട് എന്നാണ്. ആ രതിയുടെ വിലാപം കേട്ടിട്ടും ദേവന്മാർക്കൊക്കെ വലിയ സങ്കടമായി. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ കാമൻ ശരീരം ഉപേക്ഷിച്ചത്. ദേവന്മാരും ഭഗവാനോട് പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥനയെ കേട്ടിട്ടാണ് ആ ഭഗവാൻ അവരെയൊക്കെ ആശ്വസിപ്പിച്ചു. തീർച്ചയായിട്ടും രതിയുടെ സങ്കടം മാറ്റണം, നിങ്ങളുടെ ആവശ്യമെന്തോ അത് നടപ്പാവണം. അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ. ഈ കാമൻ
അനങ്കനായിട്ട് വർത്തിക്കട്ടെ, ശിവസൈന്യങ്ങളിൽ ശിവഗണങ്ങളിൽ അനങ്കനായിട്ട് നിലനിൽക്കും. മറ്റൊരവസരത്തിൽ കൃഷ്ണപുത്രനായി വന്ന് അവതരിക്കുമ്പോൾ ശരീരം സ്വീകരിക്കാനുള്ള ഒരു അവസരം കിട്ടും എന്നൊക്കെ പറഞ്ഞു ആ രതിയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ദേവന്മാരൊക്കെ അവിടുന്ന് മടങ്ങിപ്പോയി. അതിനുശേഷമാണ് വീണ്ടും പാർവതി തന്റെ തപസ് തുടരുകയാണ്, അതികഠിനമായിട്ടുള്ള തപസ്. അപ്പൊ അമ്മ മേനാദേവിയൊക്കെ പാർവതിയെ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ്. എന്തിനാണ് നീ ഇത്ര കഠിനമായിട്ടുള്ള തപസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. എങ്കിലും അതൊന്നും കൂട്ടാക്കാതെ ആ തപസ് തുടരുകയും അങ്ങനെ തപസ് ചെയ്യുന്ന പാർവതീദേവിയെ പരീക്ഷിക്കാനായിട്ടാണ് ആദ്യം ഒരു വൃദ്ധാവേഷത്തിൽ ഭഗവാൻ തന്നെ പുറപ്പെട്ടു എന്നാണ്. അങ്ങനെ തപോവനത്തിൽ എത്തിച്ചേർന്നു. അപ്പൊ തന്റെ ആശ്രമത്തിലേക്ക് കടന്നു വരുന്ന ആ സാധുവിനെ കണ്ട് പാർവതി വേഗം സ്വീകരിച്ചു. കണ്ടാൽ തന്നെ വളരെയധികം വാർദ്ധക്യം ബാധിച്ച ഒരു താപസനാണ് എന്ന് തോന്നും. ഉപചാരങ്ങളെല്ലാം ചെയ്തു. അപ്പോഴാണ് ചോദിക്കുന്നത്, പാർവതിയോട് ചോദിക്കുകയാണ് ആ വൃദ്ധതാപസ വേഷത്തിൽ വന്ന ഭഗവാൻ, ഭവതി ഹിമവാന്റെ പുത്രിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഠിനമായിട്ടുള്ള ഈ തപസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നത്? ഈ ശരീരത്തിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് പറയുക. സാധുക്കളൊക്കെ പറയും, ജ്ഞാനികളൊക്കെ പറയും, ശരീരം ഏതു വിധത്തിലും സംരക്ഷിക്കേണ്ടതാണ്, അതിനെ വല്ലാതെ ക്ലേശിപ്പിക്കാൻ പാടില്ല. നമുക്ക് ഈ ജീവനുള്ളിടത്തോളം കാലം ദേഹത്തെ സംരക്ഷിക്കേണ്ടതായ ഒരു കടമയുണ്ട്. ധർമ്മസാധനമായിട്ടുള്ള ഒരു ഉപകരണമാണ് ശരീരം. നമുക്ക് ശ്രേയസ്കരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ശരീരം കൂടിയേ തീരൂ. പിന്നെ എന്തിനാണ് ഇങ്ങനെ കഠിനമായിട്ടുള്ള തപസ് ചെയ്യുന്നത് എന്നൊക്കെ ആ വൃദ്ധതാപസന്റെ ചോദ്യം കേട്ടിട്ടാണ് ആദ്യം അതിന് മറുപടി പറയേണ്ടത് പാർവതീദേവിയുടെ ഒപ്പമുള്ള സഖിമാരാണ് എന്നാണ്. ഇയം ഹിമഗിരീന്ദ്രസ്യ തനയാ വിദിതാത്വയാ രൂപലാവണ്യ സമ്പന്ന ശീലാചാരഗുണാന്വിത ത്രയംബകം ജഗദ്വന്ദ്യം സുഗന്ധിം പുഷ്ടിവർദ്ധനം മൃത്യുഞ്ജയമനാത്യന്തം സുമംഗളം അജം ശിവം യുവാനം പുരുഷശ്രേഷ്ഠം സർവമംഗളദായകം. ഈ രാജകുമാരി ഹിമവാന്റെ പുത്രിയാണ്. ഈ പാർവതി തപസ് ചെയ്യുന്നത് ആ മൃത്യുഞ്ജയനായിട്ടുള്ള ശിവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുട്ടിക്കാലം മുതലേ തന്നെ ആ ശിവപദത്തെ പ്രാപിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ശിവനെ പതിയായി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു വന്ന ആളാണ് പാർവതി. സദാസമയത്തും എന്നാണ് ശിവസ്മരണയോടുകൂടിയിട്ട് കഴിഞ്ഞുകൂടുന്ന ആളാണ് എന്നൊക്കെ ആദ്യം ആ സഖിമാരാണ് മറുപടി പറഞ്ഞത്. പിന്നീട് പാർവതീദേവി തന്നെ ആ വൃദ്ധന്റെ താപസന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അഹം തു ബാലിശാബാല ക്വാസൗ വാചാമഗോചരം തഥാപി ഭക്തവാത്സല്യം ഈശസ്യേതി ജഗത്സുര അനുഗൃഹീഷ്വമേ ശംഭു പ്രസീദേതിത ഭോദ്വിജ ഇതി തസ്യാവജശ്രുണൻ ശിരസ്വം കമ്പയന്മുഹു. അല്ലയോ മഹാത്മാവേ, ആ ശ്രീപരമേശ്വരനെ ലഭിക്കുവാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം തപസ് തന്നെയാണ്. അങ്ങനെ അനുഗ്രഹിച്ചാലും ആ ശ്രീപരമേശ്വരന്റെ പ്രസാദം എനിക്ക് ഉണ്ടാവണം, അതിനുവേണ്ടി അങ്ങ് എന്നെ ആശീർവദിച്ചാലും
അത് കേട്ട് വളരെ അത്ഭുതത്തോടുകൂടി ആശ്ചര്യത്തോടു കൂടിയിട്ട് ഈ വൃദ്ധതാപസൻ പറയുകയാണ്, കഷ്ടം, ശ്രേഷ്ഠനായിട്ടുള്ള ഹിമവാന്റെ പുത്രിയാണല്ലോ ഭവതി, എന്നിട്ടും ഇത്തരത്തിൽ ലോകനിന്ദിതമായ ഒരു കാര്യം ചെയ്യാൻ പുറപ്പെട്ടുവല്ലോ എന്ന്.